അങ്ങനെ അവിടുന്ന് ലൈറ്റായിട്ടൊരു ചോള ഭട്ടൂരയും കഴിച്ച് നേരെ ബസ്സും പിടിച്ച് ചണ്ഡീഗഡ് ബസ് സ്റ്റാൻഡിലെത്തി. കൊണ്ടുപോയ അത്ര വെയിറ്റ് കൊണ്ട് മല കയറാൻ ചെറിയ പണിയാ മോളെന്ന് പറയുമ്പോ എന്റെ ഉള്ളില് മലയല്ലേ കേറാം, വേറെ വണ്ടിയും വെള്ളവും ഒക്കെ കാണല്ലോ. വെള്ളം ഉണ്ടാവില്ല, വണ്ടിയൊക്കെ കാണല്ലോ എന്തായാലും എന്നൊരു ചിന്തയായിരുന്നു. കാഴ്ചയും കഥകളും ഒക്കെ കേട്ടും കണ്ട് നടന്നെങ്കിലും വിശപ്പ് വിളിച്ചപ്പോ ലക്ഷ്യം ഒന്ന് മാത്രം, ഭക്ഷണം. പിന്നെ ഒന്നും നോക്കിയില്ല, ഒരു പഞ്ചാബി താലിയും ചണ്ഡീഗഡിന്ന് പഞ്ചാബി താലി കഴിക്കാനും വേണം യോഗം എന്നും പറഞ്ഞിട്ട് ഒരു പഞ്ചാബി താലിയും കഴിച്ച് നേരെ അടുത്ത വണ്ടിയും പിടിച്ചു. അപ്പോഴേ അമ്പരചുംബികളായ കെട്ടിടങ്ങളെയൊക്കെ കണ്ട് പാതി മയക്കത്തിന് യാത്ര തുടങ്ങി. ഈ യാത്ര എന്നത് ടൂറിസ്റ്റ് സ്ഥലങ്ങൾ മാത്രം കണ്ടു മടങ്ങുന്ന ഒന്നല്ലല്ലോ, പുതിയ മനുഷ്യരെയും സംസ്കാരങ്ങളെയും ജീവിത രീതികളെ അറിയാനുള്ള ഒരു അവസരം കൂടിയാണ്. പ്രശസ്തമായ ഇടങ്ങൾക്കപ്പുറം അറിയപ്പെടാത്ത വഴികളിലും ചെറിയ ഗ്രാമങ്ങളിലുമാണ് പലപ്പോഴും ഏറ്റവും മനോഹരമായ അനുഭവങ്ങൾ ഒതുങ്ങിയിരിക്കുന്നത്. ഓരോ യാത്രയും പുതിയ കാഴ്ചപ്പാടുകളും ഓർമ്മകളും ജീവിത പാഠങ്ങളുമാണ് സമ്മാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ യാത്ര എന്നത് സ്ഥലങ്ങൾ കാണുന്നതിനേക്കാൾ ജീവിതത്തെ കൂടുതൽ മനസ്സിലാക്കാനുള്ള ഒരു മാർഗവും കൂടിയാണല്ലോ. പാതിമയക്കത്തിലെ ഈ ഡയലോഗുകളൊക്കെ കൃത്യമായി എന്നെ ഓർമ്മിപ്പിക്കാൻ മറക്കാതെ ആ ഡയലോഗുകളൊക്കെ കേട്ട് ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയി. പെട്ടെന്നൊരു പ്ലാൻ മാറ്റും. ടിക്കറ്റ് എടുത്ത സ്റ്റോപ്പിന് 3-4 മണിക്കൂർ മുമ്പ് ഒരു സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് ഒരു ഫ്രണ്ടിനെ വിളിച്ച് ബസ്സിന് ടാറ്റായും പറഞ്ഞു വിട്ടു.